ജയൻ ഒരു അനിയത്തിയും അനിയനും. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു അല്ലേ? അതെ, വല്യമ്മ ഞങ്ങളെ വളർത്തിയത്. ഒരു പാവം പയ്യനെ പോലെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു ജയൻ. ഞങ്ങൾ ആരാണെന്ന് ജയൻ ചോദിച്ചു പോലുമില്ല. എന്തിനാ കല്യാണ വീട്ടിലെ തിരക്കിനിടയിൽ കയറി വന്ന 2 അപരിചിതരുടെ കൂടെ ഇറങ്ങി പുറത്തു വന്നു. ഇതാ ഇപ്പം ഈ വണ്ടിയിലിരിക്കും. എന്താ ജയ ഇതൊക്കെ? ആരിഫ് ഭായിയുടെ ആളെന്ന് മൂപ്പര് പറഞ്ഞു. ആരിഫ് ബായ്, ആ പേര് മറക്കാൻ കഴിയില്ലല്ലോ ജയന്. അയാൾ തന്ന 30,000 ദിർഹംസ് കൊണ്ടാണ് ജയൻ അനിയത്തിയുടെ കല്യാണം നടത്തുന്നത്. എന്തിനായിരുന്നു ആരിഫ് അത്രയും പണം ജയന് നൽകിയത്? റഫീഖ് എങ്ങനെ മരിച്ചു ജയ? നീ ശരിക്കും കണ്ട കാഴ്ച എന്തായിരുന്നു? ഈ ഒന്നും കണ്ടിട്ടില്ല എന്നങ്ങോട്ട് വിചാരിച്ചേക്ക്. അത് ആ കമ്പനിക്കും അറബാവിനും എല്ലാവർക്കും നല്ലത്. അനക്കും പ്രശ്നമാക്കണ്ട, നമുക്ക് കൊടുക്കാം. എനിക്കറിയാലോ എന്റെ കാര്യം അർജന്റാണ്, അതുകൊണ്ടല്ലേ. റാഫി നിങ്ങൾ കല്യാണമല്ലേ? നാട്ടുപോട്ടെ, ടിക്കറ്റ് കമ്പനി വരും. എൻ്റെ വക ഒരു 30,000 റുപ്യ. ഇനി അതല്ല കണ്ടതൊക്കെ പോലീസിനോട് പറയാൻ ആ പരിപാടി വെച്ചാൽ 2 മയ്യത്ത് വിട്ടായിരിക്കും മോനെ കരിപ്പൂർക്ക് കയറുക. എന്തേ? ഒരു നിറഗർഭിണിയായ പെൺകുട്ടിയുടെ ഇന്നും തോരാത്ത കണ്ണീരിന്റെ വില കൊണ്ട് നീ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് ചിരി പടർത്തുന്നു. അതാണ് പണം ഭരിക്കുന്ന ലോകത്തിന്റെ വിചിത്രമായ ക്രയവിക്രയങ്ങളുടെ രീതി. സാർ, എന്നെ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യരുത്. നാളെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഒരു പിടി ചോറിനാൻ പോലും നിൽക്കാണ്ട് ഞാൻ വന്ന് കീഴടങ്ങിക്കോളും. എന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളി. അറസ്റ്റ് ചെയ്യാനോ? അതിന് ഞങ്ങൾ പോലീസുകാരൊന്നും അല്ലല്ലോ ജയ. ആൽബി, നമുക്ക് തിരിച്ചു പോവാം. ജയനെ വീട്ടില് ഡ്രോപ്പ് ചെയ്യണ്ടേ? വേണം. ജയൻ എന്ന കുടുംബസ്നേഹിയായ നന്മയിൽ ഗോപാലനെ വീട്ടിലെത്തി. Hey John, tell me. That's Arif. Go and get him. Yes, Captain. സുധീർ, രമേശ് കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് കിട്ടി. സുധീർ അവിടം വരെ പോയാൽ മാത്രമേ അവർ രമേശിനെ വിടുവെന്നും പറഞ്ഞു. സുധീർ ഒന്ന് പോവോ പ്ലീസ്? അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ തരാം. നമ്പർ പറയാൻ പറ. ജയന്തി, നമ്പർ പറയാം. എവിടെയായിരുന്നു സാറേ കാര്യം? നമ്മൾ പറഞ്ഞ പണി എയർപോർട്ടിൽ നിങ്ങൾ എടുത്ത് സാധനം പുറത്തേക്ക് ചാടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നടന്ന കളിയിൽ നിങ്ങൾക്ക് റോൾ ഉണ്ടോന്നാ നമുക്ക് അറിയേണ്ടത്. വന്ന ഷാപ്പിട്ടി എന്ന കാര്യം ഇവനാരും പുറത്തറിയിക്കാതെ അതെവിടെ മിസ്സാവില്ലല്ലോ. നിന്റെ ഭാഗത്ത് എന്തെങ്കിലും പറയടാ. ഇവനെ ചവിട്ടി കൂട്ടും. അയാൾക്ക് വല്ലതും അറിയാമെങ്കിലല്ലേ പറയാൻ കഴിയൂ. അയാൾക്കറിയാവുന്നതിൻ്റെ അപ്പുറമാണ് ആ ശവപ്പെട്ടിയും അതിൽ ഒളിപ്പിച്ചു വെച്ച 100 കിലോ സ്വർണവും. ഷാജി ഭാസ്കരൻ പറഞ്ഞ സത്യമാണ്. കോഫിനിലാണ് സ്വർണം ഒളിപ്പിച്ചതെന്ന് രമേശ് മേനോൻ പറഞ്ഞാണ് ആരോ അറിഞ്ഞത്. ദുബായിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്ക് 100 കിലോ സ്വർണം എത്തും. അത് ഷാജിക്കറിയാം. എങ്ങനെയെന്ന് അവസാന നിമിഷം അറിഞ്ഞത് മുഹമ്മദ് ഉണ്ണി മാത്രം. ഓപ്പറേഷന്റെ മാസ്റ്റർ പ്ലാൻ ബ്രില്യൻ്റാണ്. പ്ലോട്ട് മുഴുവൻ ഇൻവോൾവായ ആരുമായിട്ടും ഷെയർ ചെയ്തിട്ടില്ല. ഡിസൈനർ ആദ്യം ഭാര്യയെ കൊല്ലുമെന്ന ഭീഷണി. അതിൽ ഭയക്കില്ല എന്നറിഞ്ഞപ്പോൾ പണം നൽകി രമേശ് മേനോനെ ഒറ്റുകാരനാക്കി.
പക്ഷെ അജ്ഞാത ശബ്ദത്തോടാണ് രമേശ് ആ രഹസ്യം പങ്കുവച്ചത്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നിധി ഒളിപ്പിച്ച മൃത്യുപേടകം വീണ്ടെടുക്കണം. നിങ്ങളുടെ കളി കണ്ടു നിന്ന കാഴ്ചക്കാർ മാത്രമായിരുന്നു ഞാനും എൻ്റെ ആൾക്കാർ. പക്ഷെ ഇപ്പോൾ മുങ്ങി താഴ്ന്നു പോയത് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ നോ ഡിമാൻഡ്സ്. പക്ഷെ ഞങ്ങൾക്കാണെങ്കിലോ മുങ്ങിയെടുത്ത് ഞങ്ങൾ പൊങ്ങുമെന്ന് കരുതണ്ട. ഒരുമിച്ചാണ് വേട്ടയെങ്കിൽ പാതി ഞങ്ങൾ എടുക്കും. എന്ത് ചെയ് നിങ്ങളൊക്കെ ആരാണ്? പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടാത്തൊരു സമയമല്ലത്. അങ്ങനെ കേട്ടാൽ ഞെട്ടുന്ന ഒരു പേര് പറയാനുമില്ല. തൽക്കാലം രാജു എന്ന് വിളിച്ചോളൂ അല്ലേ. ആ പേര് ബോധിച്ചില്ലെങ്കിൽ രാജു എന്ന് വിളിച്ചോളൂ. നിങ്ങളെ കൂടെ കൂട്ടുന്നതിൽ വിരോധമൊന്നുമില്ല. പിന്നെ ഷെയറിന്റെ പെർസെന്റേജ് അത് നിങ്ങളങ്ങ് തീരുമാനിച്ച പോലെ. എന്റെ ഷാജി ഭാസ്കര, നിങ്ങളും മുഹമ്മദ് ഉണ്ണിയും ചേർന്ന് ഇതിനു മുമ്പ് സ്വർണ്ണം ഇറക്കിയിട്ടില്ലേ പല പല എയർപോർട്ടുകളിൽ? അന്നൊന്നും കൈനീട്ടി ഞങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇതിപ്പോ എവിടെയോ നഷ്ടപ്പെട്ടതിനെ തേടിയുള്ള യാത്രയിൽ വേണമെങ്കിൽ ഒരുമിച്ച് ഇറങ്ങാമെന്നേ പറഞ്ഞോളൂ. അതിന് നിങ്ങളെ ആര് ക്ഷണിച്ചു? ക്ഷണക്കത്ത് കെട്ടിയിട്ടാണോ മോനെ ആൾക്കാർ കള്ളക്കടത്തിന് ഇറങ്ങുന്നത്? സജിയെ നീ ഇങ്ങോട്ട് വാ. ഞാനും വരാം. വേണ്ട ഞാളങ്ങോട്ട് മാറിയൊക്കെ മോൻ എന്തെങ്കിലും കളിക്ക് വിളിച്ച ഈ ചെയ്യുന്നൊന്നും പറഞ്ഞാളല്ലേ. ആ രാജു, ആ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആ തീർച്ചയായും നിങ്ങൾ ആലോചിക്കുകയോ ആരെയെങ്കിലും ഫോൺ ചെയ്യുകയോ എന്ത് വേണേലും ആകാം. ഇനി വാ. വാവേ ഓ സൈ സർജി, നിങ്ങളെ കാണുമ്പോൾ പറയാൻ നല്ലൊരു വാർത്തയുമായി നിങ്ങളുടെ ഭാര്യ കാത്തിരിപ്പുണ്ട്. സാഹചര്യങ്ങളുടെ പ്രഷർ, ഗ്രീഡിയായ അമ്മയും സഹോദരനും, അങ്ങനെ കാരണങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും വന്ന് ചാടാൻ പാടില്ലായിരുന്നു സുഹൃത്തെ. ഇത് നരിയും കുറുക്കനും പാമ്പും ഒക്കെ വാഴുന്ന കാടാണ്. തിന്നാൻ വേണ്ടിയും കൊല്ലും, കൊല്ലാൻ വേണ്ടിയും കൊല്ലും. വയ്ക്കോ. ഇവനെ വിട്ടാ ശരിയാവില്ല. ഇവനത് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അയാളുടെ അടുത്തൊന്നും അറിയാനുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ എന്ത് നിനക്ക് ചോദിക്കാനുള്ളത്? പാടില്ല. ചോദിക്കേ, ചോദിക്കടാ. വേണ്ട. അപ്പൊ ശരി, പറഞ്ഞ പോലെ തന്നെ. ആര് പറഞ്ഞ പോലെ? നിങ്ങൾ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യും. ഗുഡ്. അല്ല രാജു, നമുക്ക് കസ്റ്റംസ് അറിഞ്ഞ് വേണോ? വേണ്ട, അയാളെ പൊയ്ക്കോട്ടെ. ഇങ്ങോട്ട് താട്ടിക്കളാന്ന് ഈ മാറിനെ ഒരു പങ്കുവച്ചോടാകുമ്പോ നമ്മുടെ പണിയും വീതം വെക്കണമല്ലോ. നിങ്ങൾ തന്നെ ആ തോക്കൊണ്ട് ഓനെ അങ്ങോട്ട് തട്ടിക്കള. ഇങ്ങോട്ട് പോണം. ആരോടോ പൈസ വാങ്ങിച്ച് കളി മാറ്റിയത് ഇവനല്ലേ? ഒന്നുകളാന്ന്. ശരി, ആരുടെ കൈയുണ്ട് എന്നത് നമുക്ക് കളിച്ച് തീരുമാനിക്കാം. വാ. ഉണ്ണി വെട്ടിക്കോ, പെരിശു കിട്ടുന്ന കൊല്ലും. കേട്ടടോ, വെട്ടിക്കളി രാജേട്ടാ. വൈകിക്കണ്ട രാജു സാറേ. ഇവിടെ ജയറാം ഷേണായ്, പള്ളൻ ഡേവീസ്, രണ്ടും ഇങ്ങോട്ട് മാറിക്കേ. ഉണ്ണിക്കട ടീമാണ്. ആയിരുന്നു അല്ലേ? പാവം ഉണ്ണിയെയും ഷാജിയെയും നിങ്ങൾ അങ്ങനെ വിശ്വസിപ്പിച്ചു. രമേശ്, യു മേ ഗോ നൗ. ഉണ്ണിക്കാക്ക, എനിക്ക് ഈ പിള്ളേരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. തൽക്കാലം അത് കേൾക്കാൻ നിങ്ങളും ഷാജിയും നിൽക്കണമെന്നില്ല. പോകാം. അതെന്ത് ചതിയാടോ? ചതി? സ്വർണം കടത്താൻ ഉപയോഗിച്ച ശവപ്പെട്ടിയിൽ കിടത്താൻ ഒരു പാവം പയ്യനെ ഉയരത്തിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊന്നപ്പം മുതൽ തുടങ്ങിയതല്ലേ ചതി? അങ്ങനെ തുടങ്ങിയ കളിയിൽ ആരൊക്കെയോ ഇടയിൽ ചതിച്ചു. ഇതിങ്ങനെയല്ലേ തുടരൂ മുഹമ്മദ് ഉണ്ണി? ഇവിടെ ഇവിടെ നേരം നിറയെ പ്രതീക്ഷിക്കണ്ട. കാരണം ഇനി ഇതിന്റെ കളി നിയമങ്ങൾ എഴുതാൻ പോകുന്നത് ഞാനാണ്. അനുസരിക്കുക. ചുവന്ന കാർഡ് ഉയർത്തി കാട്ടുമ്പോ കളം വിട്ടിറങ്ങിപ്പോവാ. പോ. എന്നിട്ട് അല്പം മുമ്പ് ഫോണിലൂടെ ചർച്ചിച്ച നിന്റെ ടീമിന്റെ ക്യാപ്റ്റനോട് ചെന്ന് കാലി വീണിട്ട് പറ, എതിർവശത്ത് കളിയറിയാവുന്ന ആമ്പിള്ളാരുള്ളത് അറിഞ്ഞില്ലായിരുന്നു സർജി എന്ന്.